നമ്മളെ ഈ റെയിൽവേ സ്റ്റേഷൻ ഫുള്ള് തൈക്കോട്ടക്കാരും മിലിറ്ററിക്കാരുമാണ്. എന്റെ സീറ്റ് കിട്ടാണ്ട് നിനക്ക് നിന്റെ സീറ്റ് കിട്ടില്ല. കുറച്ചും കൂടി എന്താ തള്ളിയിട്ടോളെ തുറന്ന് കാണിക്കണമെന്നുണ്ടോ ചേച്ചി? ഇങ്ങോട്ടൊക്കെ അമ്മ ചിരിക്കേ, ചിരിക്കോ. ഋതു തണുപ്പൊന്നുമില്ല, തണുപ്പ് വരുന്നതേ ഇല്ല. അതിന് മുമ്പ് നമ്മൾ സെറ്റർ ഇട്ടു. ഒരു മിനിറ്റ് കാത്തേക്കാം. അഖില 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 ഒരു കമ്പി മതി. അഖിലേ അടുത്തു വാ അടുത്തു വാ. ഗുഡ് മോർണിംഗ്. സോ ഒരു 5 മണിയാകുമ്പോൾ തന്നെ നമ്മുടെ ഇൻസ്ട്രക്ടേഴ്സ് വിനീത് സാറും ജംഷാ സാറും പറഞ്ഞു ബാംഗ്ലൂർ എത്താനായി. അങ്ങനെ നമ്മൾ യശ്വന്തപുരം എത്തി. നമ്മൾ രാവിലെ 5 മണിക്ക് നല്ല കുട്ടികളെ ഞാൻ നല്ല കുട്ടി. ഞാൻ 4 മണിക്കലാണ്. ഞാൻ മണിക്കൂർ ഞാൻ ഒരു 8 മണി 7:45 ഫുൾ ഡ്രൈ ആയി. യെസ് ഇപ്പല്ലേ ഫുൾ ഡ്രൈ ഫ്രഷാണ്. അതിന് റൂം കിട്ടാതെ എല്ലാവരും അല്ലാണ്ട് വീട്ടിൽ നിന്ന് ഇട്ട് കളിക്കാൻ പറ്റുമോ? ഭയങ്കര കുളിക്കും. ഹായ് ഗൈസ്. നമ്മളെ ഫ്രണ്ടിലും ബാക്കിലായിട്ട് വേറെയും 3 വാനുണ്ട്. അതിലാണ് നമ്മളെ ഫ്രണ്ട്സും നമ്മളെ ഫാമിലീസും ഒക്കെ ഉള്ളത്. ഇതിൽ ഋതുപർണയുടെ അച്ഛനും അതുപോലെ തന്നെ ഇഷാൻ്റെ ബ്രദറും പിന്നെ ഒരു നമ്മുടെ ഇൻസ്ട്രക്ടറും ആണുള്ളത്. പിന്നെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ 6 പിള്ളേരും. കച്ചറ വണ്ടി ബിഹാരിന്റെ മൈൻഡ് പോലെ. കച്ചറ പോയിട്ട് എടുത്തോ. ആൻഡ് സോ നമ്മൾ ബുക്ക് ചെയ്ത് ഹോട്ടലെത്തിയിരിക്കുന്നു. സോ റൂമിൻ്റെ ബുക്കിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ കോച്ച് സംസാർ തന്നെയാണ് ചെയ്തത്. ഇപ്പം നമ്മൾ ഈ വന്ന വാനടക്കം സംസാർ അറേഞ്ച് ചെയ്തതാണ്. നമ്മൾ പോകേണ്ട വാനടക്കം സംസാർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്നതിന് നമ്മൾക്ക് എല്ലാവർക്കും റൂം കിട്ടി. അബൌട്ട് 20 റൂംസൊക്കെ ഇവിടെ നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ചെക്കിൻ ടൈം 11:30-12 മണിയാണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ സീനിയേഴ്സ് ബ്ലാക്ക് ബെൽറ്റുകാർ നേരത്തെ വന്നിട്ടുണ്ടായതുകൊണ്ട് അവരെ റൂം നമ്മൾ ഫ്രഷായി.
സോ വി തോട്ട് ടു ഈറ്റ് ദ ബ്രേക്ക്ഫാസ്റ്റ്. സോ ബീങ് എ കോഫി ലവർ, ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് കോഫി വേണം ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അതത്ര പോരാ, എന്തോ ഇഷ്ടമില്ല. ഞാൻ ദോശ കഴിച്ചു, പക്ഷെ ഞാൻ ഒറ്റ ദോശ കഴിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള അച്ഛനും നമ്മളെ ഒഫീഷ്യൽ ക്യാമറമാൻ വരുന്നു. ഒഫീഷ്യൽ ക്യാമറമാൻ ജനാർദ്ദന. So we are crossing the road. സോ ഈ റെഡ് ടവറും ബ്ലൂ ടവറും ഒക്കെ നമ്മുടെ ടീം തന്നെയാണ്. റെഡ് ടവർ ഇൻസ്ട്രക്ടേഴ്സാണ്, നമുക്ക് ഇൻസ്ട്രക്ഷൻസും മറ്റ് നമ്മൾ ഫസ്റ്റ് ടൈം വരുന്നവർക്കുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാണ് മറ്റുള്ളത്. പിന്നെ നമ്മുടെ കോച്ചും ഉണ്ട്. സോ ഈ ക്ലിപ്പിൽ ആ വാശിപ്പ് എടുത്ത എൻ്റെ നിഹാരേൻ്റെ അമ്മ, അതിൻ്റെ അപ്പുറത്തെ എൻ്റെ അമ്മ, അതിൻ്റെ അപ്പുറത്ത് ഇഷാൻ്റെ അമ്മ, പിന്നെ ഇഷാൻ്റെ ബ്രദറുമാണ്. സോ നമ്മൾ കുറച്ച് നടന്നപ്പം തന്നെ നമ്മുടെ പരിപാടി എടുത്തിരിക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് എത്തി. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മുനീശ്വരൻ ഗോവലാണ്. നമ്മുടെ പറഞ്ഞു തന്നെ എങ്ങനെയാണോ അഡ്രസ്സൊക്കെ വരുമ്പം മുനീശ്വരൻ ഗോവലിൻ്റെ ഓപ്പോസിറ്റുള്ള ഓഡിറ്റോറിയം എന്നാണ്. അപ്പം അവിടെ രാവിലത്തെ പ്രസാദം ഫ്രീ ആയിട്ട് ഇതിലേക്ക് കൊടുക്കുന്നതാണ്. സോ നമ്മൾ പ്രസാദമൊക്കെ കഴിച്ചതിന് ശേഷം നേരെ ഓഡിറ്റോറിയത്തിലേക്ക് കയറി. സോ ഇതൊരു ബാഡ്മിൻ്റൺ ഓഡിറ്റോറിയമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ രാവിലെ വന്ന് ബാഡ്മിൻ്റൺ കാരൊക്കെ കളിച്ചതിന് ശേഷം പോയി. ആൻഡ് ഇവിടെ നമുക്ക് 3 ദിവസത്തെ പരിപാടിയാണ് തൈക്കോണ്ടക്കാർക്ക്. സോ ജനുവരി 24-നും 25-നും ബ്ലാക്ക് ബെൽറ്റാക്കി ഒരു കോഴ്സ് ഉണ്ട്. ആൻഡ് ബ്ലാക്ക് ബെൽറ്റ് ആര് മുതൽ ഗ്രീൻ സ്ട്രൈപ്പ് വരെയുള്ളവർക്ക് 26-നാണ് ചാമ്പ്യൻഷിപ്പും മറ്റ് പരിപാടികളൊക്കെ ഉള്ളത്. സോ നമുക്ക് റൂം കിട്ടുന്ന ടൈം ആയിട്ടില്ല. സോ വി തോട്ട് ടു സ്പെൻഡ് അവർ ടൈം ഹിയർ. നല്ല എനർജി ആയിരുന്നു. രാവിലത്തെ ഫുഡ് ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ ആകെ കുറച്ചേ കഴിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് ടയേർഡാണ് നമ്മൾ. ബട്ട് നമ്മൾ പരിപാടിയൊക്കെ കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് മേലേക്ക് ഇപ്പം പോകുന്നത്. സോ വി തോട്ട് ടു ഗോ ടു ദ ബാൽക്കണി സീറ്റിംഗ്. ഇതൊരു ഗാലറി എന്ന് പറയാൻ പറ്റില്ല, കാരണം ആകെ അത്രയും സ്പേസ് ഇല്ലു മെയിൻ ഭാഗത്ത്. നമ്മൾ അവിടെ ഇരുന്നിട്ട് ബ്ലാക്ക് ബെൽറ്റ് ആയ പരിപാടിയൊക്കെ കണ്ടു. സോ ഈ ചാമ്പ്യൻഷിപ്പിൽ അഫ്ഗാനിസ്ഥാൻ, UK, മലേഷ്യ, ഇന്ത്യ ആൻഡ് നേപ്പാളാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. സോ എന്തായാലും ഇവിടെ 2-3 മണിക്കൂർ ഇരിക്കുന്നുണ്ട്. വി തോട്ട് ടു പ്രാക്ടീസ് അവർ തൈക്കോണ്ടോ ബെൽറ്റ് പാറ്റേൺസ്. സോ അവിടെ നിന്നും അടുത്തപ്പം നമ്മൾ റൂം ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് തിരിച്ചു വന്നു. സോ നമ്മളിവിടെ ഒരു 10:30-11 മണിക്കിടയിലെത്തി. ആൻഡ് നമ്മളൊക്കെ സംസാരിച്ച് ഫുൾ ചില്ല് ചെയ്തു. ആൻഡ് ആ ടൈമിൽ നമ്മളെ പാരൻസ് എങ്ങനെയെങ്കിലും വേഗം റൂം കിട്ടിയാൽ മതി നിലയിൽ അവരോട് സംസാരിക്കുമായിരുന്നു. സോ അങ്ങനെ ഓരോരുത്തർക്കായിട്ട് മെല്ലെ മെല്ലെ റൂം അവർ തന്നു തുടങ്ങി. നമ്മൾ 2-ലേക്കല്ലേ? നമുക്ക് 2-ലേക്കാണ് വേണ്ടത്. ആൻഡ് നമ്മളിപ്പം ബ്ലാക്ക് ബെൽറ്റ് ആരെ റൂമിലാണ് നമ്മൾ ലഗേജ് ഒക്കെ ഉള്ളത്. അപ്പോൾ അതെടുക്കാൻ വേണ്ടി പോകുകയാണ്. സോ ഇപ്പം 11:10 ആൻഡ് വി ഗോട്ട് അവർ റൂം. ആൻഡ് സോ യു ക്യാൻ സീ ഇഷാൻ ഇൻ അവർ റൂം. ജസ്റ്റ് ബിക്കോസ് അവന് റൂം കിട്ടിയിട്ടില്ല, നിഹാരിക്ക് റൂം കിട്ടിയിട്ടില്ല. അവളും അവളുടെ അമ്മയും ബ്ലാക്ക് ബെൽറ്റാരെ റൂമിലവിടെ റെസ്റ്റ് ചെയ്യുകയാണ്. ബട്ട് ഋതുപർണക്കും അവളുടെ അച്ഛനും കിട്ടിയിട്ടുണ്ട് റൂം. ആൻഡ് ഇതാണ് ഇനി എൻ്റെ റൂമിൽ നിന്നുള്ള വ്യൂ. സോ ഈ റൂമിൽ ഞാനും എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എൻ്റെ അനിയത്തിയുമാണ് കിടക്കുന്നത്. സോ റൂമൊക്കെ കിട്ടി. ഇനി ഇഷാനെ പുറത്താക്കിയിട്ട് ഞാൻ ഒന്ന് കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് വരാം. ഗൈസ് നമ്മൾ റെഡിയായി. സോ നടക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ലെറ്റ്സ് പ്രാങ്ക് ഇഷാൻ. എങ്ങോട്ട് കൂടെ ആൻഡ് അഖിൽ നിൽക്കുന്ന ഭാഗത്താണ് നമ്മുടെ റൂമുള്ളത്. ആൻഡ് ഈ വരാതെ കാണുന്ന നേരുള്ള ഒരു
വ്യൂ ആണ് ഇത്. സോ ഇത് 3rd ഫ്ലോറിലാണ് നമ്മളുള്ളത്. താഴെ 2 ഫ്ലോറിലായിട്ടാണ് ബാക്കി നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ ഉള്ളത്. നിഹാരയ്ക്ക് റൂം കിട്ടി. നമ്മുടെ തൊട്ട് അടുത്തായിട്ട് തന്നെയാണ് നമുക്ക് റൂം കിട്ടിയത്. 1 മണിയായി. നമ്മളിപ്പോൾ ലഞ്ച് കഴിക്കാൻ പറ്റുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ അതേ റെസ്റ്റോറൻറ്റാണ് നമ്മൾ കഴിക്കുന്നത്. കാരണം നമ്മളെ റൂം ഇതിന് മേലെയാണല്ലോ. നമ്മൾ ആഫ്റ്റർ ലഞ്ച് നമ്മളെ ഏഷ്യയിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് മാളായ ബാംഗ്ലൂരിലുള്ള ഫീനിക്സ് മാളിലേക്കാണ് പോകുന്നത്. മറ്റൊന്ന് ഞാൻ തോന്നുന്നു എൻ്റെ പേര്. സോ അതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുള്ളത്, ഫ്രണ്ട്സും അവർ പാരൻസും എല്ലാവരും കൂടിയിട്ട്. ഒന്നും കൂടി പറഞ്ഞേ. ഓ താങ്ക് യു. So this was my lunch. ചേച്ചി വന്നിട്ടില്ല. സോ നമ്മൾ ഒരു പർച്ചേസൊക്കെ ചെയ്തു. മാളിലുള്ളത് ചേച്ചി ഇല്ലാത്തതുകൊണ്ട് സാഡായി. സങ്കടം. സോ ഞാൻ അതിനിടയിൽ വൊമിറ്റ് ചെയ്തു. എനിക്ക് ഉച്ചത്തെ ഫുഡ് ഒക്കെ ആയിരുന്നില്ല. സോ വൊമിറ്റൊക്കെ ചെയ്ത് കഴിയാണ്ടായതുകൊണ്ട് തന്നെ ഞാൻ റൂമിലിരുന്നു. എനിക്ക് കൂട്ടായിട്ട് അമ്മയിരുന്നു. എൻ്റെ അച്ഛനും അനിയത്തിയും എൻ്റെ ഫ്രണ്ട്സും അവരുടെ ഫാമിലീസും കൂടിയിട്ട് ഫീനിക്സ് മാളിൽ പോയി. സോ ആഫ്റ്റർ ദാറ്റ് എൻ്റെ അച്ഛൻ അനിയത്തിയും എൻ്റെ ഫ്രണ്ട്സും മാത്രമായിട്ട് റൂമിലേക്ക് വന്നു. ബാക്കിയുള്ളവർ ചിപ്പായിട്ട് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോയി. സോ നാളത്തെ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവരും വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് വരും. സോ വെയിറ്റ് ഓർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ കാണുന്നത്. സോ വെയിറ്റ് നോക്കാൻ ആൾക്കാർ വരുന്നു പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് കഴിക്കാതെ കുറേ നേരം കാത്തുന്നു. ഇത് പറഞ്ഞ അഖിലേനെ പിടിച്ചൊരു സങ്കടം അല്ലേ? ഇങ്ങോട്ടൊക്കെ സോ അങ്ങനെ കാത്തു നമ്മളൊരു വഴിയും നമ്മുടെ കോച്ചാണെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള പരിപാടി കഴിഞ്ഞിട്ട് ഗുഡ് മോർണിംഗ്. സോ ടുഡേ ഈസ് 26th Monday ആൻഡ് ഇന്നാണ് നമ്മുടെ ചാമ്പ്യൻഷിപ്പ്.
ആൻഡ് ടോക്കിംഗ് അബൌട്ട് യെസ്റ്റർഡേ നൈറ്റ്, വെയിറ്റൊക്കെ നോക്കിയതിന് ശേഷം നമ്മളെല്ലാവരും കുറച്ച് ഫുഡ് കഴിച്ചു. ആൻഡ് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഞാൻ അഗൈൻ വോമിറ്റൊക്കെ ചെയ്ത് കിടന്നു. പിന്നെ രാവിലെ എണീച്ചു. നമ്മളിപ്പോൾ ഒരു ചായ കുടിക്കാൻ വിചാരിച്ചു. സോ ഇത് കാണുമ്പോൾ ഞാൻ ഓക്കെയാണെന്ന് തോന്നും. ബട്ട് ആക്ച്വലി ഇന്നലെ ഉച്ച മുതൽ അങ്ങനെയൊന്നും കഴിച്ചിട്ടില്ല കാര്യമായിട്ട്. അതുകൊണ്ട് തന്നെ നല്ല ടയേർഡാണ്. എന്താ കണ്ണൊക്കെ എണീച്ചിട്ടില്ല എന്ന് തോന്നുന്നു. നയിക്കപ്പെടാത്തതിനാൽ നിഹാരാമുഖം മുത്തുന്നു. എനിക്കങ്ങനെ ഫുഡൊന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അച്ഛൻ പറഞ്ഞു ബിസ്ക്കറ്റും റസ്ക്കും വാങ്ങാമെന്ന്. സോ നമ്മൾ റൂമിൻ്റെ അടുത്തുള്ള കുറച്ച് കടയിലൊക്കെ കയറി ഇറങ്ങി. ഹലോ, നമ്മൾ നമ്മളങ്ങനെ സ്റ്റേഡിയത്തിൽ മെഡൽ കൊണ്ട് നമ്മൾ പോവുള്ളൂ. ഒരു മെഡലെങ്കിലും ആരെങ്കിലും ഒരാളെ സോ പ്രോഗ്രാം സ്റ്റാർട്ടാവാൻ കുറച്ച് ലേറ്റ് ആയിനി, 10:30 ആയിന് ഏകദേശം. സോ ഫസ്റ്റ് നമ്മുടെ ഇഷാനിയുടെ ആണ്. ഫസ്റ്റ് എന്ന് പറയുന്ന പരിപാടിയും സിംഗിൾ പാറ്റേൺ ആണ്. പക്ഷെ നമ്മൾ ബെൽറ്റ് പാറ്റേൺ ചെയ്യണം. അപ്പോൾ ഇത് പരിപാടി എടുക്കുന്നത് ബെൽറ്റ് വൈസ് ഓർഡറിലാണ്. അപ്പം നമ്മുടെ ബെൽറ്റിൻ്റെ രീതിയിലാണ് ഇത് നടക്കുക. ബെൽറ്റും ഏജും നോക്കിയിട്ടാണ് ഉണ്ടാവുക ഏകദേശം. സോ അങ്ങനെ ഇഷാനിയുടെ കഴിഞ്ഞു. അതിന് കഴിഞ്ഞപാട് അഖിലേനെ വിളിച്ചു. അഖില റെഡും അപ്പുറത്തേക്കുന്ന കുട്ടി ബ്ലൂ ആണ്. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുന്ന 3 പേരിലെ കയ്യിലെ ഫ്ലാഗ് നോക്കിയാൽ മനസ്സിലാവും. റെഡ് പൊക്കിയാൽ അഖില, ബ്ലൂ പൊക്കിയാൽ ആ കുട്ടി. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. സോ അവിടെ ഇരുന്ന ജഡ്ജസിന് കുറച്ച് ഡൗട്ട് ഉണ്ടായതുകൊണ്ട് രണ്ടാമത് ചെയ്യാൻ പറഞ്ഞു. സോ രണ്ടാമത് ചെയ്യാൻ പറഞ്ഞപ്പം അഖിലേക്ക് ആകെ ടെൻഷനായിപ്പോയി. അതുകൊണ്ട് ഓക്ക് പാറ്റേൺ വൃത്തി ചെയ്യാൻ പറ്റിയിരുന്നില്ല. സോ അഖിലയുടെ സിംഗിൾ പാറ്റേൺ കഴിഞ്ഞ് വന്നപ്പം തന്നെ അവൾ കരയാൻ തുടങ്ങി. അത് കണ്ടപ്പം എനക്കും നിഹാരക്കും ഋതുപർണക്കും നല്ല ടെൻഷനായത്. ഈ ടൈമിൽ ഋതുപർണനെ വിളിക്കുകയും ചെയ്തു. ഋതുപർണ കഴിഞ്ഞപാട് നിഹാരേനെയും വിളിച്ചു. അപ്പം ഈ ടൈമിലൊക്കെ ഞാനും നല്ല സ്ട്രെസ്സഡായിരുന്നു. സോ ഋതുപർണ നിഹാരമൊക്കെ കരഞ്ഞതിന് ശേഷം കണ്ണീരടച്ചിട്ടാണ് അതിലേക്ക് കയറിയത്. കാരണം അഖിലേക്ക് ഇങ്ങനൊരു ഇതുണ്ടായതുകൊണ്ട് തന്നെ. അപ്പം ഇവർ നല്ല സ്ട്രെസ്ഡാണ്, ഞാനും സ്ട്രെസ്ഡാണ്. അപ്പം എന്താ പറയുക, ഇവർ ടെൻഷനായിട്ട് ചെയ്തുകൊണ്ട് ഇവർക്കും കുറച്ച് തെറ്റുപറ്റങ്ങളൊക്കെ പറ്റി. ആൻഡ് ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എ ഗെയിമായി കഴിഞ്ഞാൽ ഒരാൾ ജയിക്കണം, ഒരാൾ തോക്കണം എന്നുള്ളത് ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഗെയിം സ്പിരിറ്റിൽ തന്നെ അത് എടുത്തു. പക്ഷെ നിങ്ങൾ ഈ വ്ളോഗ് ഫുള്ള് കാണുകയാണെങ്കിൽ മനസ്സിലാവും എല്ലാവരുടെ മുഖത്തും അതിൻ്റെതായ ഒരു സങ്കടമുണ്ട്, കിട്ടാത്തതിൻ്റെയും കിട്ടിയതിൻ്റെയും അങ്ങനെ പലതും കയ്യായ്മകളും ഉണ്ടൊക്കെ. ആൻഡ് അതിന് ശേഷം എന്നെ വിളിച്ചു. ഞാൻ ചെയ്യാൻ പോകുന്ന പാറ്റേൺ നിഹാര ചെയ്ത അതേ പാറ്റേൺ തന്നെയാണ്. വോണിയോ എന്നാണ് പേര്. ഇത് ഗ്രീൻ ബെൽറ്റിൻ്റെ പാറ്റേൺ. അമ്പയർ പറഞ്ഞ രീതിയിൽ നമ്മുടെ പൊസിഷനിൽ നിന്നതിന് ശേഷം ജഡ്ജസിനെ നോക്കി തയ്ക്കാൻ പറയുക. അതിനുശേഷം നമ്മൾ ഒപ്പോണൻറ്റിനെ നോക്കി തയ്ക്കാൻ പറയണം. സോ അമ്പയർ ഇതൊക്കെ കമാൻഡായിട്ട് നമുക്ക് പറഞ്ഞു തരും. ആൻഡ് സോ ഞാൻ ചെയ്യാൻ പോകുന്ന പാറ്റേണിൻ്റെ പേര് വോണിയോ എന്നാണ്. ഇത് ഗ്രീൻ ബെൽറ്റിൻ്റെ പാറ്റേൺ ആണ്.
സോ യു മേ തോട്ട് ഞാനും ആ കുട്ടിയും എന്തുകൊണ്ടാണ് വേറെ വേറെ പാറ്റേൺ ചെയ്യുന്നത്. കാരണം ആ കുട്ടി എന്നെക്കാട്ടും ഒരു ബെൽറ്റ് താഴെ ബെൽറ്റാണ്. ഇറ്റ്സ് ഗ്രീൻ സ്ട്രൈപ്പ് ആൻഡ് ഞാൻ ഗ്രീൻ ബെൽറ്റാണ്. ആൻഡ് ഇപ്പം റെഡ് ഫ്ലാഗാണ് പൊന്നിച്ചത്. ദാറ്റ് മീൻസ് ഐ വോണ്ട്. സോ പെട്ടെന്ന് റെഡ് പൊന്നിച്ചപ്പം എനിക്ക് ബോധം ഉണ്ടായിരുന്നില്ല ഞാൻ ബ്ലൂ ആണെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ടായത്. ആൻഡ് ജയിച്ച ആൾ ഒഫീഷ്യൽസിൻ്റെ അടുത്ത് പോയിട്ട് നമ്മുടെ പേരും വയസ്സും മറ്റു കാര്യങ്ങളും പറയണം. അങ്ങനെ ഗോൾഡ് കിട്ടിയ സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് വൊമിറ്റിംഗ് ഫീൽ വന്നു. പിന്നെ തലകറക്കം വന്നു. ഞാൻ വൊമിറ്റ് ചെയ്തു. അങ്ങനെ അച്ഛൻ പോയി കരിക്കൻ വെള്ളം വാങ്ങിച്ചിട്ട് വന്നു. സോ ആ ടൈമിൽ ഫസ്റ്റ് തന്നെ ഇഷാനിനെ സ്പാറിങ്ങിന് വിളിച്ചു. ആൾ കുഞ്ഞു കുട്ടിയാണ്, അപ്പോൾ നല്ല ടെൻഷനുണ്ട്. സ്പാറിങ് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ അവർക്ക് കുറച്ച് അടി കിട്ടി ആൾ താഴെ കിടന്നു. ആ ടൈമിൽ ഞാൻ വാഷ്റൂമിലാണ് ഉണ്ടായിരുന്നത് വൊമിറ്റ് ചെയ്യുന്നതുകൊണ്ട്. അപ്പം അഖില, ഋതുപർണ, നിഹാര ഒക്കെ ഇവൾ സ്പാറിങ് കണ്ടു. അപ്പം ഇവർക്കത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ടെൻഷനായി. തമിഴ്നാട്ടുകാർ കർണാടകക്കാരൊക്കെ ഭയങ്കര മടിക്കാരാണെന്നുള്ളൊരു തിരിച്ചറിവൊക്കെ ഉണ്ടായപ്പം ഭയങ്കര സങ്കടമായി. പിന്നെ പുറമെ രാജ്യത്ത് നിന്ന് ആൾക്കാരാണല്ലോ നമ്മളെ മെയിൻ ഒപ്പോണൻ്റായിട്ട് കിട്ടുക. അപ്പോൾ അവർ നല്ല അടിക്കാരാന്ന് കണ്ടപ്പം ആകെ ഡൗണായി എല്ലാവരും. പിന്നെ ഞാൻ ഇഷാനിയുടെ സ്പാറിങ് കഴിഞ്ഞതിന് ശേഷമാണ് തിരിച്ചു വരുന്നത്. അപ്പം ഇവരെല്ലാം കരയാൻ തുടങ്ങി. അപ്പം തന്നെ അഖിലേൻ്റെ പേര് വിളിച്ചു, പിന്നെ നിഹാരനെ വിളിച്ചു, പിന്നെ ഋതുപർണനെ വിളിച്ചു, അതിന് ശേഷം എന്നെയും വിളിച്ചു. അതുപോലെ നമ്മൾ ടൂത്ത് കാർട്ട്, ചെസ്റ്റ് കാർട്ട്, ഹെൽമെറ്റ്, ഗ്ലൗസ്, ഷൂസ്, ചിൻ കാർട്ട് ഇതുപോലെ എല്ലാ സാധനം ഇട്ട് കൊടുക്കുമ്പം പിള്ളേരൊക്കെ കരുതാണ്. അപ്പം സമാധാനിപ്പിക്കും വേണം, ഇതൊക്കെ ഇടുകയും വേണം, ജഡ്ജസ് ആണെന്ന് വിളിക്കുന്നതും വേണം. അങ്ങനെ എങ്ങനെയുള്ളോ അവരൊക്കെ സെറ്റാക്കി എടുത്തു. ആൻഡ് ഞാൻ ഇപ്പോൾ അഖിലേൻ്റെ സ്പാറിങ്ങാണ് സ്റ്റാർട്ട് ചെയ്യാവുന്നത്. സോ അഖില ആദ്യമായിട്ടാണ് ചാമ്പ്യൻഷിപ്പിൽ സ്പാറിങ്ങിൽ തന്നെ കൂടുന്നതെന്ന്. അതുകൊണ്ട് നല്ല കരച്ചിലുമായി, പിന്നെ ടെൻഷനുമായി. ആൻഡ് ഞാൻ ഇപ്പോൾ നടക്കുന്നത് നിഹാരയുടെ സ്പാറിങ്ങാണ്. ആൾ ആദ്യം നല്ല കരച്ചിലായിരുന്നു, ബട്ട് കോൺഫിഡൻസ് കൊടുത്തതൊക്കെ ഓക്കെ ഏറ്റു. അതുകൊണ്ട് തന്നെ അവൾ അത്യാവശ്യം മുന്നോട്ടേക്ക് പോയി. മനസ്സിലാകാത്തവർക്ക് വേണ്ടി ബ്ലൂ ഹെൽമെറ്റ് ഇട്ടതാണ് നമ്മുടെ നിഹാര. കാല് പൊന്നിച്ചോ? പറ്റും പറ്റും. സോ സ്പാർക്കിൽ ഞാൻ ആദ്യം ഫുൾ റെഡി ആയി നിൽക്കുമ്പോഴത്തേക്ക് അവർ പറഞ്ഞു എനിക്ക് ഒപ്പോണൻ്റ് ഇല്ല, സോ യു ആർ ദ വിന്നർ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പോയിട്ട് വെറുതെ വിന്നറാണെന്നും പറഞ്ഞു. അതിനുശേഷം വീണ്ടും കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു നിങ്ങൾക്ക് ഒപ്പോണൻ്റ് കിട്ടിയിട്ടുണ്ട്, സോ വേഗം രണ്ടാമത് റെഡി ആയിക്കോ. ആൻഡ് അങ്ങനെ സ്പാറിങ് തുടങ്ങിയിരിക്കുന്നു.
പരിപാടിയൊക്കെ കഴിഞ്ഞു. എനിക്കൊരു ഗോൾഡ് ഉണ്ട്, സിംഗിൾ പാറ്റേണിലാണ്. ഇന്ത്യൻ്റെ റിപ്പബ്ലിക് ഡേൻ്റെ ദിവസം തന്നെ ഇന്ത്യനെ റെപ്രസെൻ്റ് ചെയ്തൊരു ഗോൾഡെല്ലാം കിട്ടുക എന്ന് പറയുന്നത് നല്ല സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇത് കുസ്തി അറിയില്ല. സോ ഇപ്പോൾ ബ്ലാക്ക് ബെൽറ്റാരുടെ പരിപാടിയാണ്. ബട്ട് നമുക്ക് ട്രെയിൻ ക്യാച്ച് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ പരിപാടി തീരുന്നതിന് മുന്നേ റൂമിലേക്ക് പോയിട്ട് ഫ്രഷ് ആവാൻ വേണ്ടി തീരുമാനിച്ചു. സോ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി ഉടുപ്പി റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മുടെ കാറിൽ കയറി. സോ ഈ കാണുന്ന വാനിലാണ് അഖിലയും എൻ്റെ ഫ്രണ്ട്സുമായിട്ടുള്ള തൈക്കോണ്ടത്തെ എല്ലാ പിള്ളേരും ഉള്ളത്. ആൻഡ് നമ്മൾ പോയത് ഒരു ഇന്നോവയിലാണ്. ഞാനും എൻ്റെ അച്ഛനും അമ്മയും പിന്നെ 3 ഇൻസ്ട്രക്ടേഴ്സും അതുപോലെ നിഹാരേൻ്റെ അമ്മയും പിന്നെ ഇഷാൻ്റെ ബ്രദറും ഉണ്ട്. അവരും ഞാനും ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാറിൽ ഇപ്പോൾ നമ്മൾ രണ്ടാളാണല്ലോ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾക്കാർ. അതുകൊണ്ട് ഇവരെയൊക്കെ വലിയ ടോപ്പിക് സംസാരിക്കുമ്പം ഞാനും അവനും മാത്രം മിണ്ടാതെ അടങ്ങി ഒതുങ്ങിയിരുന്നു എന്ന് പറയാം. സോ അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇപ്പം പോകുന്നത്. നമ്മൾ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് റൂമിലേക്ക് പോകുന്നതിൽ കുറേ മൊമെൻറ്റ്സൊക്കെ ഉണ്ടായി. അത് ക്യാപ്ചർ ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് അൺഫോർച്യുനേറ്റ്ലി നല്ല മഴ പെയ്തു. നമ്മൾ ആരും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുടയും ആരുടെ കയ്യിലും ഉണ്ടായിരുന്നില്ല. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ഒരു 2 സ്റ്റെപ്പ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് നല്ലോണം മഴ പെയ്തു. സോ നമ്മളെല്ലാവരുടെയും തൈക്കോണ്ടൻ്റെ ഗ്ലൗസ്, ഷൂസ്, അങ്ങനെയുള്ള എല്ലാ ചെസ്റ്റ് ഗാർഡ് ഒക്കെ നമ്മൾ ഓരോരുത്തരും അവനവൻ്റെ ട്രോളിയായിട്ട് ഇഷ്ടംപോലെ ട്രോളി ഉണ്ടായിരുന്നു. സോ എല്ലാ പാരൻസും അവനവൻ്റെ ട്രോളി പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് അവർക്ക് ഓടാനുള്ളൊരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും അത്യാവശ്യം ഏജ്ഡാണ്, ആരും യങ്സ്റ്റേഴ്സ് അല്ല. അപ്പം നമ്മൾ കുട്ടികളൊക്കെ മുന്നിൽ വേഗം ഓടി റൂമിലേക്ക്. സോ നമ്മൾ റോഡ് ക്രോസ് ചെയ്യേണ്ട ഒരു ടൈം ആകുമ്പം ബാക്കിലേക്ക് നോക്കുമ്പോൾ പാരൻസ് ആരുമില്ല. നല്ല മഴ പെയ്യുന്നതുകൊണ്ട് റോഡ് ക്രോസ് ചെയ്തേ പറ്റും. നിൽക്കാൻ ആണെങ്കിൽ അങ്ങനെ സ്ഥലവുമില്ല. സോ നമ്മൾ എങ്ങനെയുള്ള റോഡൊക്കെ ക്രോസ് ചെയ്തു. ഒന്നാമത് ബാംഗ്ലൂരിൻ്റെ കൂൾ ക്ലൈമറ്റ്, അതുപോലെ തന്നെ പെട്ടെന്നുണ്ടായൊരു മഴ. പിന്നെ ഞാൻ ഇന്ന് ആകെ ഒരു ഇളനീരും പിന്നെ കുറച്ച് എള്ളുണ്ട അങ്ങനെ എന്തൊക്കെയോ കഴിച്ചത്. പിന്നെ നാട്ടിൽ നിന്ന് എൻ്റെ അമ്മ പ്രത്യേകം ഞാൻ പറഞ്ഞിട്ടുണ്ടാക്കിയ അരിയുണ്ടയും കുറച്ച് ഞാൻ കഴിച്ചായിരുന്നു. പക്ഷേ വേറൊന്നും ഞാൻ കഴിക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് ബോഡി ഇങ്ങനെ ഷിവറിങ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് ഇവിടെ നമ്മൾ റൂമിലെത്തിയിട്ടുള്ളതൊന്നും ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടില്ല. സോ നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ടോട്ടലി ഒരു 4-5 വാനും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇന്നോവയാണ് ആക്ച്വലി നല്ലൊരു വണ്ടിയായിട്ടുണ്ടായത്. ഞാൻ അതിൽ തന്നെ പിടിക്കുകയും ചെയ്തു. ബട്ട് ബാക്ക് സീറ്റ് എനിക്ക് ഇന്നോവയിൽ ഒരിക്കലും ഇഷ്ടമില്ലാത്തൊരു സ്ഥലമാണ്. അതൊന്നും എനിക്ക് കിട്ടുകയും ചെയ്തു. അൺഫോർച്യുനേറ്റ്ലി അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ ആകെ വോമിറ്റിംഗ് ഫീൽ വന്നു. ആൻഡ് നമ്മുടെ ഇന്നത്തെ പരിപാടി പോലെ ഇവിടെ എത്തിയതിന് ശേഷം പാരൻസും സ്റ്റുഡൻസും ഇല്ലേന്നില്ല ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റൻഡൻസൊക്കെ എടുത്തു. വെച്ച് കാണാം. വയറെല്ലാം മേനെടുക്കുന്നു. സിൽവർ കിട്ടിയില്ല, അത് മതി. നമുക്ക് കിട്ടിയില്ല ഗൈസ്. അസല നമ്മളെ അടുത്ത തവണ വാങ്ങും അല്ലേ? അഖിലോണ്ട് അഖിലക്ക് നിഹാരക്ക് കൂട്ടിന് അഖില് എല്ലാവർക്കും വയറല്ലേ? എന്നാ പെണ്ണ് വയറ്റിച്ചു. എനിക്ക് എന്തോ ഞങ്ങൾ ഉച്ച മുതൽ കുഴപ്പമില്ല. ഞങ്ങൾ ഉച്ച മുതൽ ഇന്ന് വരെ ഫുഡൊന്നും കഴിച്ചില്ല. ഇന്ന് രാത്രിക്കാണ് ഫ്രൈഡ് റൈസ് കുറച്ച് കഴിച്ചത്. ബാക്കി എല്ലാം ഞാൻ കഴിച്ചതെല്ലാം വൊമിറ്റ് ചെയ്തു. ഫുൾ ബോഡി പെയിൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ മാളിൽ പോയ വ്ളോഗിൽ ഞാനില്ലാത്തത്. രാവിലത്തെ ഫുഡെല്ലാം സോ ഈ കാണുന്നവരൊക്കെ നമ്മളെ ഫ്രണ്ട്സ് തന്നെയാണ്. പക്ഷേ കംഫർട്ട് സോണിൽ പിടിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. ഇവരായിട്ടുള്ള ഫണ്ണി മൂമെൻറ്റ്സ് മറ്റൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. അച്ഛൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാവും ടയേർഡാണ്.
എല്ലാവരും ടയേർഡ് തന്നെയാണ്, ഫുൾ ബോഡി പെയിൻ ഉണ്ട്. അഖില മാത്രം മൂടോട്ട്, ബാക്കി എല്ലാവരും ഒക്കെ. എല്ലാവർക്കും എല്ലാം വേദന. എല്ലാവരും കാണുന്ന പോലെയല്ല, അവനെന്ന് പറഞ്ഞൊരു കുട്ടിക്ക് അടിവയറ്റിനിട്ട് ചവിട്ടിയിട്ടിട്ട് അവിടെ ആകെ ബോഡി പെയിനിലായിരിക്കുന്നത്. ഋതു പറഞ്ഞ മരുന്ന് കുടിച്ചു വേദനയ്ക്ക്, എന്നിട്ട് പോലും നമുക്ക് വേദനയുണ്ട്. സോ ആസ്കിങ് അബൌട്ട് മൈ ലഗേജ്, എനിക്ക് തൈക്കൊണ്ടിൻ്റെ കാര്യങ്ങൾ മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ ട്രോളി വേണ്ടി വന്നു. അതുപോലെ തന്നെ ഒരു ഹാൻഡ് ബാഗും തൈക്കൊണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ദെൻ അബൌട്ട് ഫുഡ്, ഡ്രസ്സ്, മറ്റു കാര്യങ്ങൾക്കും 2 ട്രോളിയും 2 ബാക്ക് പാക്കും ആയിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായത്. സോ ഈ കാണുന്നവരൊക്കെയാണ് നമ്മുടെ ടീം. നമ്മുടെ കംഫർട്ട് സോണിൽ പിടിക്കുന്ന ആൾക്കാരൊക്കെയാണ് ഇത്. ആൻഡ് നമ്മൾ ഇവരൊക്കെ ആയിട്ടാണ് ശരിക്കും മൊമെൻറ്റ്സൊക്കെ നമ്മൾ നല്ല സ്പെൻഡ് ചെയ്തത്. സോ നമ്മൾ ട്രെയിനിൽ TT വന്നു ആൻഡ് നമ്മുടെ അറ്റൻഡൻസൊക്കെ എടുത്തു. ട്രെയിനിൽ ടിക്കറ്റൊക്കെ നോക്കിയിട്ട് ആൾ പോയി. വേണ്ടെന്ന് പറഞ്ഞിട്ടും കുറച്ച് സമയം കഴിഞ്ഞപ്പം തന്നെ ഒരു സ്പൂൺ എടുത്ത് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇറ്റ് വാസ് സോ ടേസ്റ്റി. ഹലോ, എക്സ്ക്യൂസ് മീ ഗൈസ്. ഭാവി കാര്യങ്ങൾ ഇല്ലവരല്ല. ആ ഗൈസ് അവിടെ പറിച്ചിട്ട് ആ ഗൈസിനെ ഗൈസ് ട്രെയിനിൽ നിന്ന് സ്കിൻ ഞാൻ നല്ല കുട്ടി അതൊക്കെ ഇതിന്റെ ആവശ്യമില്ല. നാച്ചുറൽ ബ്യൂട്ടി. സോ ഗുഡ് മോർണിംഗ്. പക്ഷേ ഇവിടെ ഒരാൾ എണീക്കണം അത്രേ. സൺ കിസ്ഡ്. ആ ബ്ലൂടൂത്ത് ആരുടെ അടുത്തായാലും നിന്റെ അടുത്തായാലും സോ ഈ കാണുന്നതാണ് ആദിത്യൻ ആൻഡ് നിഹാര. ആദിത്യൻ ഭയങ്കര കമ്പനിയാണ്, ബട്ട് ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ ആൾ ഭയങ്കര ഷൈ ആണ്. സോ ആൻഡ് ഇതാണ് നമ്മുടെ കോച്ച് സംപി സക്കറിയ സാർ. ആൻഡ് ഇവരൊക്കെ എൻ്റെ നാട്ടുകാരാണ്. അതുപോലെ തന്നെ എൻ്റെ കൂടെ തൈക്കൊണ്ടക്കിൽ ഇവർ തന്നെയാണ്. ആൻഡ് ദിസ് ഇസ് ജംഷാദ് സാർ, ഇൻസ്ട്രക്ടറാണ് നമ്മുടെ. സോ ഈ കാണുന്നവരിലെ ഒരാൾ എൻ്റെ അച്ഛൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. ആൻഡ് ഇവരൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ്. എല്ലാവരും നല്ല കമ്പനിയാണ്. ആൻഡ് ഹിയർ കംസ് ഇഷാനി ആൻഡ് ഹെർ മദർ. സോ ഞാനിപ്പോൾ ഫോൺ ഓൺ ആക്കിയത് കൊണ്ടാണ് ഇവരൊക്കെ നല്ല ഒതുങ്ങിയിരിക്കും. ഞാൻ ഫോൺ എപ്പോൾ ഓഫാക്കിയാടെ വെക്കുന്നത് അപ്പോൾ ഇവർ തുടങ്ങി ഇവർ തനി സ്വഭാവം. രാവിലെ 9-9:30 ആകുമ്പം നാട്ടിലെത്തുമെന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ 9:30 ആയിട്ട് നമ്മൾ മംഗലാപുരത്തുണ്ട് അത്ര. സോ ഇന്ന് 27th മൺഡേ ആയതുകൊണ്ട് എല്ലാവരും ജോലി സ്ഥലത്തും സ്കൂളിലൊക്കെ ലീവ് പറഞ്ഞ തിരക്കിലാണ്. സോ നമ്മൾ ട്രെയിനിൽ കയറിയ മുതൽ നമ്മൾ ഹോബി എന്ന് പറയുന്നത് റൗണ്ട്സിന് പോക്കാന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ടീമൊക്കെ ഇല്ലേ ആ ഒരു ബോഗീൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ നമ്മൾ നടന്നുകൊണ്ടിരിക്കും. എന്നിട്ട് എല്ലാവരും കഴിഞ്ഞിട്ട് ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് ഒക്കെ പറഞ്ഞാലായിരുന്നു നമ്മളെ പണി. അങ്ങനെ അടിക്കട്ടെ, നിർത്താണ്ടിരിക്കണ്ടേ. ഇന്നലെ രാത്രി എന്തായിരുന്നു? ഓ കണ്ടു, ഞാൻ കണ്ടില്ല. അതെ താഴത്തോടോ ഇഷ്ടംപോലെ ഉണ്ട് ഇപ്പോ. താഴെ ഭയങ്കര കണ്ണാട്ടോ നിക്ക്. കണ്ണ് കണ്ടുകൊടുക്ക്. കണ്ണുകൊടുത്ത് വായി കഴുകാത്തോണ്ടായിരിക്കും. എല്ലാരും പോയാ.
സോ അങ്ങനെ എല്ലാവരും പാട്ട് പാടുന്ന കേൾക്കാനും പാട്ട് പാടാനും വേണ്ടിയിട്ട് ഇവിടെ വന്നിരുന്നു. ആ ടൈമിൽ ഞാനും അച്ഛനും പിന്നെ ജംഷാദ്, വിനീത്, ഷാജി അങ്ങനെയുള്ള കുറച്ച് ഇൻസ്ട്രക്ടേഴ്സും മാത്രം നമ്മളെ ആ ഒരു ഭാഗത്തിരുന്നു. ഞാൻ മുന്നേ ഇരുന്ന സ്ഥലത്ത് എന്ന് വെച്ചാൽ നമ്മളെ ലഗേജ് എല്ലാവരും ലഗേജ് ആടിയുണ്ട്. സോ കുറച്ച് കഴിഞ്ഞപ്പം ഞാനും അച്ഛനും ഒക്കെ ഇങ്ങോട്ടേക്ക് വന്നു. വിനീത് സാറും ജംഷാദ് സാറോട് ഇരിക്കാമെന്ന് പറഞ്ഞു. സോ നമ്മളൊക്കെ ഇവിടെ നിൽക്കുമ്പോഴും അവിടെ 3 പേര് ദൂരെ ഇരിക്കുന്നുണ്ട്. കാരണം അവരാണ് നമ്മളിപ്പോൾ ലഗേജ് നോക്കാൻ വേണ്ടി ഇരിക്കുന്നത് തന്നെ. ജസ്റ്റ് ബിക്കോസ് നമ്മുടെ സീറ്റ് അവിടെ ആയതുകൊണ്ടാണ് ലഗേജ് അവിടെ വന്നത്. ഓക്കെ, സോ ഞാൻ എഗെയിൻ ഇവിടെ വന്നിരുന്നതിന് കാരണം ഇവരെ കയ്യിലാകുമ്പോൾ അത്യാവശ്യം എന്തെങ്കിലും ഫുഡ് നമുക്ക് കിട്ടും, പിന്നെ നല്ലോണം സംസാരിക്കാനും പറ്റും. നീലേശ്വരം എത്തിയപ്പോൾ തന്നെ എല്ലാവരും ബാക്ക് എല്ലാം എടുത്ത് ട്രോളിയൊക്കെ എടുത്ത് റെഡിയായി തുടങ്ങി. ഇവിടെ എൻ്റെ മുന്നിൽ കാണുന്നതൊക്കെയാണ് നമ്മുടെ ട്രോളി. ഇതിൽ ഞാൻ കുറേ പേര് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം നമ്മൾ കംഫർട്ട് സോണിൽ പിടിച്ചിട്ടാണ് എപ്പോൾ വീഡിയോ എടുക്കാറ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വന്തം എന്ന് തോന്നുന്ന കുറച്ച് പേര് മാത്രം ഞാൻ ഷൂട്ട് ചെയ്തു. ആ ഒരു മൊമെൻറ്റ്സ് മാത്രമാണ് ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുള്ളത്. സോ ഇവിടെയുള്ള എല്ലാവരും മുന്നേ കണ്ട് പരിചയമുണ്ടായിരുന്നുള്ളൂ, ആരും അറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാംസാർ തുടങ്ങിയ മിറാക്കിലെ സ്റ്റുഡൻസാണ് ജംഷാദ്, വിനീത്, ആദിത്യൻ പോലെയുള്ള കുറച്ച് ഒട്ടുമിക്ക എല്ലാവരും. കുറേ വേറെയും സ്റ്റുഡൻസ് ഉണ്ട്, കുഞ്ഞു കുട്ടികൾ. സോ ഇഷാനി, ഋതുപർണ, ഞാൻ, അഖില, നിഹാര ഒക്കെ ലൈഫ് ലൈനിലെ സ്റ്റുഡൻസാണ്. നമുക്ക് അവിടെ സാംസാർ വന്നിട്ട് ക്ലാസ് എടുത്ത് തരാനാണ് പതിവ്. അതുകൊണ്ട് തന്നെ ബെൽറ്റ് ഗ്രേഡിങ് ടെസ്റ്റ് ടൈമിൽ മാത്രമാണ് നമ്മൾ മിറാക്കിലത്തെ സ്റ്റുഡൻസിനെ കാണാറ്. സോ ഈ ചാമ്പ്യൻഷിപ്പ് കാരണം തന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ എല്ലാവരും നല്ല ഫ്രണ്ട്ഷിപ്പായി. പോകുമ്പം അങ്ങനെ എല്ലാവരും പരിചയപ്പെട്ട് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഞാൻ ഒരിക്കലും മറക്കാത്തൊരു ട്രിപ്പ് തന്നെയാണ് ഇത്. സോ ഞാൻ എല്ലാവരും ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലെന്ന് അറിയാൻ വേണ്ടി അറ്റൻഡൻസ് വിളിക്കും. ഇവിടുത്തെ അറ്റൻഡൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പേരെടുക്കുമ്പം നമ്മൾ തൈക്കോണാണ് പറയേണ്ടത്. സോ സ്റ്റുഡൻസാണ് ശരിക്കും തൈക്കോൺ പറയേണ്ടത്, പക്ഷേ ഇപ്പോൾ നമ്മൾ പാരൻസ് വരെ തൈക്കോൺ പറഞ്ഞു തുടങ്ങി. ആൻഡ് സോ ഫൈനലി നാട്ടിലെത്തിയ സന്തോഷത്തിൽ എല്ലാവരും എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതി എന്നുള്ള ചിന്തയിൽ മാത്രമായിരുന്നു ഉണ്ടായത്. പക്ഷെ നമുക്ക് ഇനിയും കാണാനുണ്ട്, കാരണം നമുക്ക് എല്ലാവർക്കും മെഡൽ കിട്ടിയിട്ടില്ല. കുറേ പേർക്ക് മെഡൽ കിട്ടാനുണ്ട്. എത്രയെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ അവിടെ നിന്ന് ഇറങ്ങിയല്ലോ പരിപാടി തീരുന്നതിന് കുറച്ച് മുന്നേ. അപ്പം അവർ നമുക്കില്ല മെഡലൊക്കെ പാർസൽ ചെയ്ത് അയച്ചിരുന്ന പറഞ്ഞത്. എനിക്കും കിട്ടാനുണ്ട്, അഖിലക്കും നിഹാരക്കും ഉണ്ട് എന്നതാണ് സാംസാർ ട്രെയിനിൽ നിന്ന് തിരിച്ചു തീരുന്ന നമ്മളോട് പറഞ്ഞത്. അതുപോലെ തന്നെ നമുക്ക് പയ്യന്നൂരിലെ ലയൺസ് ക്ലബ്ബുകാർ കുറച്ച് സ്പോൺസേർഡ് ആയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ലയൺസ് ക്ലബ്ബുകാരെ വകയും ഒരു പരിപാടി ഇനി ഉണ്ടാവും. സോ ഇപ്പോൾ എല്ലാവരും ടയർഡാണ്, അപ്പം ഇനി കുറച്ച് ദിവസത്തിന് ശേഷമായിരിക്കും ആ പരിപാടിയൊക്കെ വെക്കുക. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമുക്കിനി കുറച്ച് മെമ്മറീസ് റീക്യാപ്പ് ചെയ്യാം.